നമസ്കാരം. ഇറാനുമായി ചർച്ചയ്ക്ക് സന്നദ്ധത പ്രകടിപ്പിച്ച് ട്രംപ്. വിട്ടുവീഴ്ചയില്ലാത്ത സൈനിക നീക്കവും ഉണ്ടായേക്കാം. ഇറാനുമായുള്ള സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനും പുതിയൊരു ആണവ കരാറിലെത്തുന്നതിനും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുൻഗണന നൽകുന്നതായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്ക് റൂബിയോ. ഇതിന്റെ ഭാഗമായി ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്താൻ പോലും ട്രംപ് സന്നദ്ധനാണെന്ന സൂചനയാണ് റൂബിയോ നൽകുന്നത്. ഒരു അന്താരാഷ്ട്ര മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് മാർക്കോ റൂബിയോ ട്രംപിന്റെ നയം വ്യക്തമാക്കിയത്. രാഷ്ട്രങ്ങൾ പരസ്പരം ഇടപഴകേണ്ടതുണ്ട്. ആരെയും കാണാൻ തയ്യാറുള്ള ഒരു പ്രസിഡന്റിന് കീഴിലാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. നാളെ ട്രംപുമായി കൂടിക്കാഴ്ച നടത്താൻ ഖമനേയി സന്നദ്ധത അറിയിച്ചാൽ പ്രസിഡന്റ് അത് സ്വീകരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്നും റൂബിയോ പറയുന്നു. ഇറാനുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തുറന്ന മനസ്സോടെയുള്ള ചർച്ചകൾക്ക് ട്രംപ് ഭരണകൂടം തയ്യാറാണെന്ന വ്യക്തമായ സന്ദേശമാണ് ഇതിലൂടെ പുറത്തുവരുന്നത്. നയതന്ത്ര ചർച്ചകൾക്ക് ഒരു വശത്ത് വാതിൽ തുറന്നിടുമ്പോൾ തന്നെ മറുവശത്ത് ശക്തമായ സൈനിക വിന്യാസത്തിലൂടെ ഇറാനെ സമ്മർദ്ദത്തിലാക്കുക എന്ന ഇരട്ട തന്ത്രമാണ് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം സ്വീകരിക്കുന്നത്. രണ്ടാമതൊരു വിമാനവാഹിനി കപ്പൽ കൂടി പശ്ചിമേഷ്യൻ മേഖലയിലേക്ക് അയക്കുന്നതിലൂടെ ചർച്ചകൾ അമേരിക്കയുടെ താൽപര്യത്തിനനുസരിച്ചല്ല മുന്നോട്ട് പോകുന്നതെങ്കിൽ സൈനിക നടപടിക്ക് മടിക്കില്ല എന്ന കൃത്യമായ സന്ദേശമാണ് വാഷിംഗ്ടൺ നൽകുന്നത്. നമ്മളൊരു കരാറിൽ ഏർപ്പെട്ടില്ലെങ്കിൽ ഇത്തരമൊരു സൈനിക നീക്കം അത്യാവശ്യമായി വരും എന്ന ട്രംപിന്റെ പ്രസ്താവന ചർച്ചകളിൽ മേൽക്കൈ നേടാനുള്ള ഒരു ഉപാധിയായിട്ടാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലുകളിലൊന്നായ രണ്ടാമത്തെ വിമാനവാഹിനി കപ്പലിന്റെ സാന്നിധ്യം മേഖലയിലെ ശക്തി സന്തുലനത്തെ വലിയ രീതിയിൽ സ്വാധീനിക്കും. 100-ലധികം യുദ്ധവിമാനങ്ങളും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും ആയിരക്കണക്കിന് സൈനികരും അടങ്ങുന്ന ഒരു ഫ്ലോട്ടിംഗ് എയർബേസ് ആയിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഒരേ സമയം 2 വിമാനവാഹിനി കപ്പലുകൾ ഒരു പ്രദേശത്ത് നിലയുറപ്പിക്കുന്നത് ഇറാനെതിരെയുള്ള യുദ്ധ സജ്ജതയുടെ പരകോടിയായി കണക്കാക്കാം. ഇറാന്റെ എണ്ണ കയറ്റുമതി തടയാനോ അതല്ലെങ്കിൽ അവരുടെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെക്കാനോ അമേരിക്കയ്ക്ക് ഈ വിന്യാസത്തിലൂടെ സാധിക്കും. ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് സ്വീകരിച്ചിരുന്ന മാക്സിമം പ്രഷർ എന്ന നയത്തിന്റെ കൂടുതൽ തീവ്രമായ രൂപമാണ് ഇപ്പോൾ കാണുന്നത്. സാമ്പത്തിക ഉപരോധങ്ങൾക്ക് പുറമെ സൈനിക ഭീഷണി കൂടി ഉയർത്തുന്നതിലൂടെ ഇറാന്റെ ഭാഗത്തു നിന്നും വലിയ വിട്ടുവീഴ്ചകൾ നേടിയെടുക്കാമെന്നും അമേരിക്ക കരുതുന്നുണ്ട്. ഇറാൻ സുപ്രീം ലീഡർ ഖമനേയിയുമായി കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാണെന്ന് പറയുമ്പോഴും അതൊരു ബലഹീനതയായി കാണരുത് എന്ന മുന്നറിയിപ്പാണ് സൈനിക നീക്കം. സൈനിക ശക്തി കാണിച്ച് ഇറാനെ ചർച്ചാമേശയിലേക്ക് കൂടുതൽ വഴക്കമുള്ളവരാക്കി മാറ്റുക എന്നതാണ് ഇതിന്റെ ആത്യന്തിക ലക്ഷ്യം. ഈ മാസം ആദ്യവാരം ഒമാന്റെ മധ്യസ്ഥതയിൽ മസ്കറ്റിൽ വെച്ച് US ഇറാൻ ആണവ ചർച്ചയുടെ ആദ്യഘട്ടം പൂർത്തിയായിരുന്നു. ചർച്ചകൾ ഗുണകരമാണെന്നും തുടർ ചർച്ചകൾ നടക്കുമെന്നും ഒമാൻ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഖമനേയിയെ കാണാൻ തയ്യാറാണെന്ന ട്രംപിന്റെ പുതിയ നിലപാട് പുറത്തുവരുന്നതെന്നതും ശ്രദ്ധേയം. മാക്സിമം പ്രഷർ അഥവാ പരമാവധി സമ്മർദ്ദം എന്നത് സാമ്പത്തികവും നയതന്ത്രപരവും സൈനികവുമായ എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ച് ഒരു രാജ്യത്തെ തളർത്തുകയും അവർക്ക് മുന്നിൽ മറ്റ് വഴികളില്ലാതെ അവസ്ഥയുണ്ടാക്കുകയും ചെയ്യുന്ന രീതിയാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സാമ്പത്തിക സ്രോതസ്സുകൾ, പ്രത്യേകിച്ച് എണ്ണ വ്യാപാരം തടയുന്ന കടുത്ത ഉപരോധങ്ങൾ അമേരിക്ക ഏർപ്പെടുത്തിക്കൊണ്ട് അവരെ ചർച്ചാമേശയിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. എന്നാൽ മുൻപ് നടന്നതിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ സൈനിക ഭീഷണി കൂടി ഇതിന്റെ ഭാഗമായി ട്രംപ് ഉയർത്തുന്നുണ്ട്. വിമാനവാഹിനി കപ്പലുകളുടെ വിന്യാസം ഈ സമ്മർദ്ദ തന്ത്രത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കാൻ കൂടിയാണ്.